മുണ്ടംപറമ്പ് പാറമ്മൽ ജുമാ മസ്ജിദിൻ്റെ അകംപള്ളിയുടെ ഉദ്ഘാടന ദിനമാണ് ഫെബ്രുവരി 14 ബറാഅത്ത് ദിനത്തിൽ വെള്ളിയാഴ്ച മഹല്ല് ഖാദി നടത്താൻ പോകുന്നത്. അതിൻ്റെ മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. حي على الفلاح حي على الفلاح لا حول ولا قوة إلا بالله. الله أكبر അബൂബക്കർ ഹുദവി മഹല്ല് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചത്. കൺവീനർ PT തക്കേൽ ബിച്ചാപ്പു ആയിരുന്നു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി മാഷെ വടക്കേണ്ടിയും അതുപോലെ വീരാൻട്ടുകാജി വെട്ടോളിയും അതുപോലെ കമ്മിറ്റി അംഗങ്ങളും പൗരസമിതികളും അതുപോലെ ഒത്തൊരുമയുടെ APEK അതുപോലെ സംസ്ഥാന എല്ലാവരോടും ഒത്തൊരുമിച്ചാണ് പള്ളി. നമ്മുടെ നാട്ടുകാരായ എല്ലാവരുടെയും അഭിലാഷം ഓടിയുന്ന നല്ലൊരു സുവർണാവസരമാണിത്. ഇത് നേരത്തെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ കണക്കിലേറെ ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയെ സംബന്ധിച്ച് അത് രണ്ടാമതാണ്. പക്ഷെ കണക്ക് കയറിയിട്ടില്ല, നമ്മളെ കണക്ക് വരെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാവരുടെ മനസ്സിലിപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോ നമ്മൾ പള്ളിയിൽ പള്ളിയായിട്ട് വഖഫാക്കപ്പെട്ട സ്ഥലമുണ്ട്, അല്ലാതെയുണ്ട്. പള്ളിയായി വഖഫാക്കപ്പെട്ടതിൽ നമുക്ക് ഇത്തിഖാഫിന്റെ സുന്നത്ത് ചെയ്തും കൊണ്ടിരിക്കാനോ നിൽക്കാനോ കിടക്കാനോ അതല്ലെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കുക എന്നുള്ള ബാധ്യതയൊക്കെ പള്ളിയായുള്ള സ്ഥലത്ത് മാത്രം ബാധകമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം, പള്ളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം നമ്മൾ പള്ളിയായി വഖഫാക്കാനാണ് തീരുമാനം. നമ്മുടെ മാനേജ്മെന്റിന്റെയും നാട്ടുകാരായ എല്ലാവരുടെയും നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം മാത്രമാണ് വഖഫാക്കാൻ ഉദ്ദേശിച്ചത്. അതുപോലെ കാരണം ഈ ഫർണിച്ചർ സാധനങ്ങളൊന്നും വഖഫാക്കൂല, ആകും. അത് പിന്നെ വണ്ടി വലിയോ ആ ഭൂമുഖം അല്ല വഖഫല്ല, വഖഫാകാതെ നിന്നോട്ടെ. നമുക്ക് ആ കോണി വെച്ചതായിരിക്കുന്ന ആ സ്ഥലം ഇങ്ങോട്ട് കോണി നിൽക്കുന്ന നമ്മൾ ഈ രണ്ടാം മുറി എന്ന് പറയാൻ മാത്രമായിട്ടില്ല. എനിക്ക് കാട്ടെ ഇതിന്റെ ബാക്കി ഭാഗം ഇത് മാത്രമാണ് ഞങ്ങൾക്കിപ്പോ പള്ളിയായി കിട്ടേണ്ടത്. കോണി വഖഫ് ചെയ്യപ്പെട്ടോളം നിന്നില്ല. കോണി പള്ളിയിൽ നിന്നാവണം എന്നേ ഉള്ളൂ. അങ്ങനെയാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല രേഖപ്പെടുത്തി വരുന്നത്. പള്ളിയിൽ നിന്നൊക്കെ ആണെങ്കിൽ മുഗൾ ഭാഗത്തുള്ള ആളുകളുടെ നിസ്കാരം സഹിയാവാൻ അവർ വികസിച്ചില്ല. മർത്താമിൻ കൂട്ടുന്ന പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കയറാനുള്ള ആയുധമാകുന്ന കോണിയില്ല എങ്കിൽ സംഗതി പ്രയാസമാണ്. കാര്യവട്ടായാലിമീങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കയറാന്നാണ് അവിടെ കുത്തുബീനവറല്ലാഹു മുഴക്കത മഹാനവറുകൾക്ക് ചെറിയ അഭിപ്രായമുണ്ട്. പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി, പള്ളി ഹാലിൽ കൂടെയാൽ കോടി കാലിൽ കൂടെയായാൽ എന്താണെന്ന് ചോദിച്ചു. അത് ശംസുലുൽമ നമുക്ക് തോൽഫാങ്ങിന് ഓതി തരുന്ന അവസരത്തിൽ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ആളെ പറഞ്ഞിട്ടില്ല. പക്ഷെ പള്ളിയിൽ നിന്ന് തന്നെ ആവണം. അപ്പൊ നമുക്ക് പള്ളിയിൽ തന്നെയാണ് ബോളുള്ള ആളുകളുടെ നിസ്കാരത്തെ ജമാഅത്തൊക്കെ സഹിയാവാൻ
ആവശ്യമാണ് പോയി പള്ളിയിൽ നിന്നാണ് ആ നിൽക്കുക. അപ്പോൾ വഖഫ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഇതിനുണ്ട്, സമ്മതമുണ്ട്, അനുവാദമുണ്ട് അല്ലേ? അങ്ങനെ വേണ്ടിയില്ലേ ഇങ്ങനെ വേണ്ടിയില്ലേ എന്ന് പറയാൻ പറ്റില്ല. ദയമായിട്ടാണ് വിധി പറഞ്ഞത്. അപ്പൊ നമ്മുടെ മഹല്ലത്തിന്റെയും ഭരണസമിതിയുടെയും അഥവാ മാനേജ്മെന്റിന്റെയും നാട്ടുകാരായിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യാർത്ഥം നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ആ വഖഫ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ശാഫി മദ്ഹബിൽ രേഖപ്പെടുത്തി വെച്ചതായിരിക്കുന്ന വിധികൾ അനുസരിച്ച്, മസ്അലകൾ അനുസരിച്ച്, മുഴുത്തമായ ഖൗലുകൾ അനുസരിച്ച് ഞാൻ അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടി എല്ലാവരുടെയും ആവശ്യപ്രകാരം ഈ പറയപ്പെട്ട ഇതിന്റെ ഉൾഭാഗം മാത്രം അല്ലാഹുവിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. ആ മീറാബിൽ ലേശം തന്നെ പുതുക്കലുണ്ട്. അതും കൂടി പള്ളിയായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ അറിയിച്ചുകൊണ്ട് അല്ലേ? സമ്മതല്ലേ? അതും കൂടി ഉറപ്പാക്കും. ഇതൊക്കെ പിന്നെ മംഗോലാക്കപ്പെട്ടത് കൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രയത്നം ആദ്യം മുതൽ അവസാനം വരെ ആരെല്ലാം മാനസികമായും ശാരീരികമായും അതുപോലെ സാമ്പത്തികമായും ഇതിന് സഹായിച്ചിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ഗുണഫലങ്ങൾ അല്ലാഹു തആല എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. حج الفقراء والمساكين بعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. قال الله تعالى في القرآن المجيد: وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. قال النبي صلى الله عليه وسلم: إذا صعد الخطيب على المنبر فلا يتكلمن أحد، فمن تكلم فقد لغى، فمن لغى فلا جماعة له. وقال أيضا صلى الله عليه وسلم: إذا قلت لصاحبك يوم الجمعة أنصت والإمام يخطب فقد لغوت. استمعوا ويغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الله أكبر الله أكبر الله الله أكبر الله أكبر. الحمد لله الحمد لله مفتح الأبواب ومسبب الأسباب الكريم التواب العزيز الوهاب. പൂർണ്ണ ഹുത്തുബയുടെ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അടുത്ത വീഡിയോ ഇന്നത്തെ ജുമായ്ക്ക് ഉദ്ഘാടനത്തിന് നടത്തിയ മനോഹരമായ മഹല്ല് പ്രസിഡൻറ്റിൻ്റെയും അഥവാ ഫറൂഖ് പള്ളി പേട്ട കാളിയും അതുപോലെ അവിടുത്തെ ഖത്തീബുമായ മുണ്ടംപറമ്പ് പാറമ്മൽ മഹല്ല് പ്രസിഡൻറ്റും ആയ മുണ്ടംപറമ്പ് പാറമ്മൽ സ്വദേശിയായ പുൽപ്പറമ്പൻ അബൂബക്കർ ഹുദവിയുടെ മനോഹരമായ ഖുതുബയും നിസ്കാരത്തിൻ്റെ വിവരങ്ങളും അടുത്തൊരു വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഈ 500 മഹല്ലിൻ്റെ താഴെ വരുന്ന കുഞ്ഞു മഹല്ലമാണ് മുണ്ടംപറമ്പ് പാറമ്മൽ മഹല്ല്.
ഈ മഹല്ലിൽ നിവാസികൾ മാത്രം മാനസികമായിട്ട് അഥവാ സാമ്പത്തികമായിട്ട് ഒരുക്കി ഈ സംഭാവന കൊണ്ട് അഥവാ 1 കോടിയിലധികം ചിലവ് വരുന്ന ഒരു പുനരുദ്ധാരണമാണ് പാറമലയും ജനങ്ങൾക്കും മാനസികമായ ഒരു ഇണക്കത്തോടു കൂടി റമദാനിനെ വരവേൽക്കാനും അതുപോലെ നിസ്കരിക്കാനും മറ്റു ഇബാദത്തുകളും ഇഅ്തികാഫിനും നല്ല ആവശ്യത്തിന് വെളിച്ചവും ക്ലൈമറ്റ്സും എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു സജ്ജീകരണ പുനരുദ്ധാരണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന് 1 കോടിയിലധികം ചിലവ് വരുന്നുണ്ട്. ഇനിയും പുറം പള്ളിയുടെ ബാക്കി പണി വരുന്നുണ്ട്. അത് ഇപ്പോഴുള്ള പള്ളിക്ക് പണി പൂർത്തീകരിച്ച് ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഫണ്ട് കൂടി സ്വരൂപിച്ചതിന് ശേഷം റംസാൻ്റെ ശേഷമോ റംസാനിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പണി തുടങ്ങുക. അതോട് പൂർത്തിയായാൽ പള്ളിയുടെ പുനരുദ്ധാരണവും ജനങ്ങൾക്ക് വളരെ നിസ്കരിക്കാനും അതുപോലെ ഇബാദത്തുകൾക്കും നിക്കാഹ് കർമ്മങ്ങൾക്കും അതുപോലെ മറ്റു ആവശ്യങ്ങൾക്കും അതുപോലെ ആണ്ടുകൾ മുസ്ലിം നാമങ്ങളുടെ ആണ്ടൃതികൾ ബറാത്ത് രാവ് ഇന്ന് രാത്രി പരിപാടിയുണ്ട്, അതുപോലെ മിറാജ് രാവ് പരിപാടി, മുഹറം 10 പരിപാടി, അതുപോലെ ജീലാനി ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖ് ആണ്ടിൻ്റെത്, അതുപോലെ റിഫായി ഷെയ്ഖ് ആണ്ട്, അല്ലെങ്കിൽ ഒമാൻ ഷുഹറാദ് ആണ്ട്, അതുപോലെ കീശേരി മൊഹീദ്ദീൻ മുസ്ലിയാർ ആണ്ട്. ഇങ്ങനെ നിരവധി സൽക്കർമ്മങ്ങളാണ് ഈ പള്ളിയിൽ നടക്കുന്നത്. ഇതൊക്കെ മനോഹരമായിട്ട് നടത്താനും ജനങ്ങൾക്കുള്ള സൗകര്യവും അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കാൻ ബാക്ക് പള്ളിയും മുകൾ നിലയും മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ പള്ളിക്ക് ഒരുപാട് പേര് സംഭാവനയും മറ്റും സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും. ഇത് എടുത്ത് പറയാനെന്താ വെച്ചാൽ നമ്മൾ ദുആയിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ വടക്കേണ്ടിയിൽ നമ്മൾ മരണപ്പെട്ടു പോയ ആ കാക്ക, അവരുടെ ആ സ്ഥലം പള്ളിയുടെ ആദ്യത്തെ വരുമാനം അതായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് ആളുകൾ പിന്നെ ചെറിയ സംഘടനകൾ SKSFൻ്റെ വക അവിടെ കുടിവെള്ള പദ്ധതി, ഇപ്പോൾ പുതിയൊരു കുടിവെള്ള പദ്ധതി AP സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള SYS സ്വാതന്ത്ര്യത്തിൻ്റെ കുടിവെള്ള പദ്ധതി, അല്ലെങ്കിൽ ഭാവിയുടെ ചായ കോഫി മെഷീന്, അങ്ങനെ ഒരുപാട് ആവശ്യമുള്ളത് സ്ഥിരം ആവശ്യമുള്ള സാധനങ്ങളാണ്. കുടിവെള്ളവും അതുപോലെ ചായയും ഈ സുബൈ ജമാഅത്തിനൊക്കെ വരുന്നവർക്ക് ചായ കുടിച്ച് നിസ്കരിക്കാൻ ഒരു ഉണർവ് കിട്ടും, ഇബാദത്തിനൊരു ആവേശം കണ്ടെത്താനും പറ്റും. അങ്ങനെ ഒരുപാട് നവീകരണം. പിന്നെ ലൈറ്റിങ്, മിമ്പർ, ഏറ്റവും ശീതീകരിച്ച റൂം, തണുപ്പിക്കുക, കൂളിംഗ് ആയിട്ട് AC-യിലായിട്ടുള്ള 7 AC-കളാണ് പള്ളിയിൽ സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലുള്ളൊരു പള്ളി മുണ്ടംപറമ്പ് പാറമ്മൽ മഹല്ലിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് അതൊരു ഐക്യമായിട്ട് ഈ മഹല്ല് കമ്മിറ്റി ഈ നാട്ടുകാരെ കൊണ്ടുപോകുന്ന ഒരു മഹല്ലാണ്. അപ്പോൾ ഐക്യമായിട്ടുള്ള ഐക്യ മഹാബലമാണ്. കുഞ്ഞു മഹല്ലാണെങ്കിലും അത് മഹാബലത്തിലൂടെയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി, ഇപ്പോൾ പല SKSFും SYS സാന്ത്വനം AP സമസ്തയുടേതും അതുപോലെ EK സംസ്ഥയുടെയും സംസ്ഥാനൻ്റെ ആളുകളും ഒരുമിച്ചിരുന്നാണല്ലോ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത് അത് കെട്ടിപ്പടുത്തിയുയർത്തി. അതാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയാണ്. ഖബർസ്ഥാനിലും ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട് നമുക്കറിയാം. അപ്പോൾ 100 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളിയെ മഹല്ല് കമ്മിറ്റി ഇപ്പോഴും ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നു. ആ ഐക്യം. അപ്പോൾ 1990 സമസ്തയിൽ ചെറിയൊരു പിളർപ്പുണ്ടായിട്ടുണ്ടെങ്കിലും ആ പിളർപ്പിലെ രണ്ടും ഒരേ ആദർശം, ഒരേ ആശയക്കാരമാണ്. ആശയത്തിലും ആദർശത്തിലും ഒരു വ്യത്യാസമില്ലാത്ത സംസ്ഥാന, അതുപോലെ AP സംസ്ഥാൻ, EK സംസ്ഥാൻ, ഇവർ ഇപ്പോഴും ഒന്നിച്ച് തന്നെയാണ്. മുഅ്മിനീങ്ങളാണ് അവർ. ആ മുഅ്മിനീങ്ങൾ അപ്പോൾ ഖുതുബയിൽ നമ്മൾ ദുആക്കാരുണ്ടല്ലോ, 2ാം ഖുതുബയിലെ പ്രധാന ഒരു ദുആയാണല്ലോ മുഅ്മിനീങ്ങളുള്ള പരസ്പരം എനിക്ക് വിദ്വേഷം ഉണ്ടാക്കരുത്. മുഅ്മിനീങ്ങളെ ഒരു വെറുപ്പ് നമ്മളെ മനസ്സിലുണ്ടായാൽ വലിയ അപകടമാണെന്ന് നമ്മൾ ഉസ്താദന്മാരെ വേദന കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് ഓർമ്മിക്കാനും കൂടി അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയും ആണല്ലോ വെള്ളിയാഴ്ച ഖത്തീബ്, ഇന്നത്തെ ഖത്തീബ് അബൂബക്കർ ഹുദവി ദ്വാരക്കുന്നത് ഞാൻ കേട്ടു. മുഅ്മിനീങ്ങളുടെ കൽബിലൊരു എന്താവരുത്, നമുക്കൊരു വിദ്വേഷമോ വെറുപ്പോ ഒരു അണുമണി തൂക്കം ഉണ്ടാകരുത്. ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്ന ഒരു മഹല്ലാണ് മുണ്ടംപറമ്പ് പാറമ്മൽ. ആ മഹല്ല് കമ്മിറ്റി അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. അത് വളരെ സ്തുതിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ AP ആയാലും EK ആയാലും സംസ്ഥാനമായാലും വിശ്വാസത്തിൽ 2 ആദർശത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം 4 മദ്ഹബുണ്ട്, പക്ഷെ ഒരേ ആദർശം, ഒരേ വിശ്വാസം മുഅ്മിനീങ്ങൾ.
ഇതേ രൂപത്തിൽ കേരളത്തിലുള്ള ജനങ്ങൾ മദ്ഹബൊന്നുമല്ല, പക്ഷെ 2 സംഘടനകൾ ആളുകളെ നയിക്കുകയാണ്. സ്വർഗത്തിലേക്ക് നയിക്കുന്ന 3 സംഘടനകളാണ്. 4 സംഘടനകളുണ്ട്. ദക്ഷിണേന്ത്യ കേരള എന്നുള്ള സംഘടന അതിവിടെ ആളുകളില്ലാത്തതുകൊണ്ടാണ്. എങ്കിൽ കൂടി 3 സംഘടനകളാണ് ഇപ്പോൾ മുണ്ടമ്പറമ്പ് പാർന്ന് പ്രബലമായിട്ടുള്ള ഒരു ഐക്യസംസ്ഥ, AP സംസ്ഥാനം. ഇവർ 3 പേരോടും ഒത്തൊരുമയുടെയുള്ളൊരു മഹല്ലാണ്. ആ ഒത്തൊരുമിച്ച് അതിൻ്റെ ആളുകൾ സംഭാവനയും ചെയ്തു, മാനസികമായും ശാരീരികമായും അതുപോലെ തൊഴിലാളി എല്ലാത്തിനും ഓരോ ഒരുമിച്ച്. പിന്നെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും, എങ്കിൽ കൂടി ഇതിനൊക്കെ പരിഹാരം കൊണ്ട് മഹല്ല് കമ്മിറ്റിയും അതിന് നേതൃത്വം നൽകിക്കൊണ്ട് വലിയൊരു മനോഹരമായൊരു പള്ളി, അകമ്പള്ളി ഈ വിശ്വാസികൾക്ക് റമദാനിനെ വരവേൽക്കാനായി ഒരുക്കിക്കൊടുത്തു. അതൊരു വലിയ സുദീർഘമാണ്. അതിൻ്റെ കൺവീനറായ അല്ലെങ്കിൽ ചെയർമാനായ മഹല്ല് പ്രസിഡൻറ്റ് അബൂബക്കർ ഹുദി അതിനുള്ള ആവശ്യങ്ങളും എല്ലാവരുടെ നിർദ്ദേശങ്ങളും കേൾക്കുകയും അതിന് ഉചിതമായ തീരുമാനം എടുക്കുകയും എല്ലാവരുടെയും ആവശ്യം നിറവേറ്റാൻ പറ്റില്ലെങ്കിലും അതിൽ ഉചിതമായത് എടുക്കുകയും പിന്നെ അതുപോലെ കൺവീനറായ അബൂബക്കർ തെക്കേൽ ബിച്ചാബുക്കാക്ക എന്ന് പറഞ്ഞ ഹാജിയാർ, അതുപോലെ ഈരാൻ ടി ഹാജി വട്ടോളി, അതുപോലെ ഇബ്രാഹിം ടി ഹാജി വട്ടോളി, അതുപോലെ ഒരുപാട് കാരണവന്മാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മാറാക്കൾ, അതുപോലെ SKSF, SSFൻ്റെ പ്രവൃത്തികൾ, അതുപോലെ SVSൻ്റേത്, എല്ലാവർക്കും മാനസികമായിട്ടും താല്പര്യപ്പെട്ട ഒരു മഹല്ലിൻ്റെ പള്ളിയാണ് ഇത്. അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത്, അതുപോലെ സംസ്ഥ 2ഉം എല്ലാവർക്കും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു വിഷയത്തിൽ എന്താ വെച്ചാൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാന ഭാഗങ്ങളിൽ പള്ളിയുടെ കോഫി മെഷീന് ഭാവി സംഭാവന ചെയ്ത ഭാവിനെ എടുത്ത് പറയാൻ കാരണം നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഇപ്പോൾ ഭാവിയെ സ്ഥിതിക്കാമല്ലോ, താങ്ക്സും ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ള ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും AC ഇപ്പോൾ നമ്മളെ ഗഫൂറാണ് കുറച്ച് 1 സംഭാവന ചെയ്തത്. ഒരുപാട് ഞാൻ അറിഞ്ഞത്, ഒരുപാട് അറിയാത്തതിന് ഒരുപാടുണ്ട്, പറയാൻ ആഗ്രഹിക്കുന്നത് അറിയാത്തവരുണ്ട്. എന്നാൽ ഒരുപാട് പേര് ടൈൽസ് സംഭാവന ചെയ്തവരുണ്ട്, അതുപോലെ ലൈറ്റ് സംഭാവന ചെയ്തവരുണ്ട്, അതുപോലെ മെമ്പർ സംഭാവന ചെയ്തവരുണ്ട്. അതുപോലെ ഇങ്ങനെ വിവിധങ്ങളായ സംഭാവനകളൊക്കെ ചെയ്തുകൊണ്ട് സ്ത്രീകൾ. ഇനിയിപ്പോൾ ഉള്ള മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം ബറാത്ത് ദിനം 14-ാം തീയതി, അതുപോലെ പിന്നെ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച 16-ാം തീയതി സ്ത്രീകളുടെ സന്ദർശനമാണ് 4:30 അസറിന്. ആ അസറിന് എല്ലാ സ്ത്രീകളെയും ക്ഷണിച്ചിട്ടുമുണ്ട്. യുവസംഗമവും ഉണ്ട്, സന്ദർശനവും ഉണ്ട്, പുള്ളി കാട്ടിക്കൊടുക്കണമുണ്ട്. എല്ലാ നാട്ടിലെ മഹല്ലിലും ഇതുപോലെയുള്ളതാണ്. അത് ഒരു വളരെ മനോഹരമായ കാര്യം തന്നെയാണ് നാട്ടുകാരെ കമ്മിറ്റിയും ചെയ്തത്. പിന്നെ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം ബാക്കി വിവരങ്ങൾ. സുബയുടെ പൂർണ്ണ വീഡിയോ അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. നമസ്കാരത്തിന് ശേഷം മഹല്ല് ഖത്തീബ് സാലിം ഫൈസിയുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ആ യാസീൻ പാരായണോ അതുപോലെ തന്നെ തുടർന്ന് നടക്കുന്ന ദിക്ർ, ആ പരിപാടിയൊക്കെ നിങ്ങളെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ രാത്രി വരുന്ന സമയത്ത് നല്ലൊരു ചീരണി കൊണ്ടുവരണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആന് ശേഷം ആ ചീരണിയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അപ്പം പലഹാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സാധാരണ ബറാത്തിരാവിനെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ ഒരു ചെറിയൊരു വീതം പള്ളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ കൈ കാശ് 2 മുസല്ലക്കുള്ള കാശ് കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശരിയായ ജോലിയില്ല, ഇപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മാക്ക് സുഖമില്ല, കുടുംബത്തിലൊക്കെ വിഷമവും പ്രയാസങ്ങളുമാണ്, അതൊക്കെ ദൂരീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഉപ്പാക്ക് മഹഫറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് സാധുവായ പാവപ്പെട്ട ഒരു സഹോദരൻ്റെ കൈ കാശ്. ഒരിക്കലും പേര് പറയരുത് എന്നിവിടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ആ സഹോദരനുടെ പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു സഹോദരി തനിക്കും തന്നെ ഭർത്താവിനും മക്കൾ. മനോഹരമായ മിമ്പറയാണ് നിങ്ങളെ കാണുന്നത്. മിമ്പർ, അതുപോലെ അള്ളാഹു എന്നുള്ളൊരു നല്ലൊരു സ്റ്റിക്കർ, മുഹമ്മദ് എന്നുള്ളത് നമ്മളെ മഹല്ല് പ്രസിഡൻ്റ് കടണ്ട്. അതുപോലെ തന്നെ ചെയറുകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ. അതുപോലെ പള്ളിയിലേക്ക് പിന്നെ തൊപ്പി നിസ്കരിക്കാൻ വരുന്നവർ തൊപ്പി എടുക്കാൻ മറക്കുന്നവർക്ക് തൊപ്പിയുണ്ട്. മുകളിലേക്ക് എവിടെയാണ് എന്ന് വെച്ചത് ഇഷ്ടംപോലെ തൊപ്പിയുണ്ട്. അതുപോലെ അകമ്പള്ളിയാണ് കാണുന്നത്.
ഇവിടെയാണ് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചത്. ഈ കാണുന്ന സ്ഥലഭാഗമാണ് പുതിയതായി നിർമ്മിച്ചത്. ഈ ഭാഗങ്ങളിൽ പുതിയതായി നിർമ്മിച്ചു. ഇത് സ്റ്റെപ്പാണ്, മുകളിലേക്കുള്ള കോണിയും പുതിയതായിട്ട് സ്റ്റെപ്പിച്ചു. പഴയ കോണി വളരെ പ്രയാസമായിരുന്നു ആളുകൾക്ക് നടക്കാനും. ഇത് പൂമുഖമാണ്, സിറ്റ് ഔട്ട്. ഇവിടെ വളരെ വർക്ക് ചെയ്തിട്ടില്ല, മറ്റേ ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 വർഷത്തിൽ ചായ ഫിനിഷിംഗ് ഈ തൊട്ടടുത്ത് നല്ല മധുരമുള്ള നല്ല രസമുള്ള ഒരു ചായ ആയിരുന്നു. ഭാവിയിലെ ജീവിതത്തിൽ ഭാവി നമുക്ക് ചായ തരുന്നു പള്ളിയിൽ കയറുന്നതിന് മാഷാള്ള ആവേശത്തിൽ അതുപോലെ കണ്ടല്ലോ. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തിലുള്ള ഭാഗമാണ് നിങ്ങളെ കാണുന്നത്, മദ്രസയുടെ ഭാഗം. പടിഞ്ഞാറ് ഭാഗം അതായത് ഇവിടെയാണ് മിമ്പർ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിമ്പർ കണ്ടല്ലോ, അതാണ് മിമ്പർ നിൽക്കുന്നത്. ഇതിലൂടെ അങ്ങനെ നടന്ന് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെക്ക് ഭാഗത്തേക്ക് എത്താൻ പറ്റും. തെക്ക് ഭാഗത്തുള്ള റോഡാണ്, വടക്കേണ്ടി ഭാഗത്തുള്ള റോഡിൻ്റെ ആ സൈഡാണ് ഇത്. ഇവിടെ നമുക്ക് മയ്യത്തൊക്കെ കയറ്റാൻ പറ്റിയൊരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മനുഷ്യന്മാർക്ക് ഇറങ്ങാം, മയ്യത്തൊക്കെ കൊണ്ടുവരുമ്പോൾ കയറ്റാനുള്ള നല്ലൊരു സൗകര്യമാണ് ഈ ഡോറ് ഇവിടെ ഉണ്ടാക്കിയത്. പിന്നെ ഇതിലിങ്ങനെ നടന്നു പോയാൽ നമ്മൾ തെക്ക് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പിന്നെ അകത്ത് കൊള്ളയിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. തിരക്കൊക്കെ മയ്യത്ത് നിസ്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ തിരക്ക് വളരെ കുറക്കാൻ പറ്റും 3 വഴി വെച്ചതുകൊണ്ട്. പിന്നെ അതുപോലെ മുറ്റം അതുപോലെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ പുറം ഭാഗം ഇനിയും ഫിനിഷാകാൻ ബാക്കിയുണ്ടല്ലോ, അതിന് ഫണ്ട് കൂടി കിട്ടാനുണ്ട്. ഇതൊന്നും ഇനി സ്വരൂപിച്ചിട്ട് വേണം. ഇപ്പോൾ നമ്മൾ മുറ്റമുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് കിഴക്ക് വശമാണ്. കിഴക്ക് വശത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റാണിത്, മെയിൻ ഗേറ്റ് എന്നൊക്കെ പറയാം. ആ കാണുന്നതാണ് SKSFൻ്റെ ഓഫീസ്. തൊട്ടടുത്ത് കാണുന്നതാണ് ഖബർസ്ഥാൻ. പിന്നെ അവിടെ കണ്ടത് നല്ല പച്ചപ്പ് നിറഞ്ഞ ചുറ്റുവട്ടമാണ്, തെങ്ങുംതോപ്പ്. ഇതാണ് മെയിൻ ഗേറ്റ്, മെയിൻ ഡോർ പള്ളീൻ്റെ കിഴക്ക് വശത്തുള്ളത്. അതുകൊണ്ടല്ല കിഴക്ക് വശത്ത് നമ്മൾ മുസ്ലിം പറായി എന്നൊക്കെ ഉള്ള ഭാഗം, അതിൻ്റെ അകത്ത് മാവുണ്ട്, അതുപോലെ ഖബർസ്ഥാനുണ്ട്. പിന്നെ അതിൻ്റെ വടക്ക് ഭാഗത്താണ് നമ്മൾ പോകുന്നത്. വടക്ക് ഭാഗത്ത് നിന്ന് കാണുന്നത് വടക്ക് ഭാഗത്തു നിന്നുള്ള വ്യൂവാണ് പള്ളീൻ്റെ. വടക്ക് ഭാഗത്തു നിന്ന് പള്ളീൻ്റെ വ്യൂയിലേക്ക് നിങ്ങളിങ്ങനെ പോകുമ്പോൾ വടക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ ഖബർസ്ഥാനം കണ്ടു. നല്ല പച്ചപ്പുള്ള ചുറ്റുവട്ടത്തും പച്ചപ്പുള്ള നടുവിൽ പാറന്മൽ പൊന്തിച്ച പള്ളിയാണ് ഈ കാണുന്നത്. അതിമനോഹരമാണ്. ഇവിടെയും ഒരു ഗേറ്റുമുണ്ട്. ഇതിലിങ്ങോട്ട് കയറിയാലാണ് കോഫി മെഷീനും അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള SYS സാന്ദ്രം കൊടുത്ത വെള്ളത്തിൻ്റെ ഇതും അതവിടെ ഉള്ളത്. പിന്നെ പഴയ ഭാഗം വരെയാണ്. ഇത് പൊളിച്ച് നവീകരിക്കാനുണ്ട്, എന്നാൽ പള്ളിക്ക് ഒരു ദർസൊക്കെ സൗകര്യമായിട്ട് നടത്താൻ കഴിയുള്ളൂ. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ വർഷം SKSF കൊടുത്ത അത് നന്നായിട്ട് നവീകരിച്ച് കൊടുത്തൊരു വെള്ളത്തിൻ്റെ കുടിവെള്ള പദ്ധതിയും കുടിവെള്ളവും ഇവിടെയുണ്ട്. ഈ വർഷം മുന്നോട്ട് നവീകരിച്ചിട്ടുണ്ട്. ഈ ബാത്റൂമൊക്കെ എന്ത് ചെയ്യണം, ഇത് നവീകരിക്കേണ്ടതുണ്ട്, മനോഹരമാക്കേണ്ടതുണ്ട്. അതുപോലെ പടിഞ്ഞാറ് വശമാണ് ഈ കാണുന്നത്, പള്ളിയിലെ പടിഞ്ഞാറ് വശം. പള്ളീൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഈ അവിടെ ഒരു SKSF കൊടുത്ത ലൈറ്റ്